സതിയുടെ 8ാമത്തെ എപ്പിസോഡാണ്. ശിവൻ കൊടുത്ത പെട്ടിയിലെ ആഭരണങ്ങളെല്ലാം സതി അണിഞ്ഞു. അതിസുന്ദരിയായി റൂമിന് പുറത്തു വന്നു. ശിവൻ സതിയെ തന്നെ നോക്കി നിന്നു. നീ ഇന്ന് അതിസുന്ദരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സതി പറഞ്ഞു, ചുമ്മാതിരി ശിവ, എന്നെ കളിയാക്കാതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, സമയമായി, പെട്ടെന്ന് അമ്പലത്തിൽ പോകണം, നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തണം, അല്ലാതെ കാര്യം നടക്കില്ല, അമ്പലമടച്ചാൽ കല്യാണവും നടക്കില്ല. ഞാൻ എല്ലാ കാര്യവും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ശിവൻ പറഞ്ഞു, ശരി. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, 2 കാറിലായിട്ട് കയറാം, ഇനി വല്ല പ്രശ്നവും വന്നാൽ ശരി എന്ന് പറഞ്ഞ് 2 കാറിലായിട്ട് അവർ കയറി. അതിനുശേഷം അമ്പലത്തിൽ ചെന്ന് നിന്നു. അപ്പോഴാണ് പോറ്റി അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പോറ്റി പറഞ്ഞു, നിങ്ങളെ എത്ര നേരം കൊണ്ട് ഞാൻ കാത്തു നിൽക്കുന്നു, അമ്പലം അടയ്ക്കാൻ സമയമായി, സമയം തെറ്റും, മുഹൂർത്തത്തിന് മുമ്പ് കല്യാണം നടക്കണം, പെട്ടെന്ന് വരൂ. അങ്ങനെ ശിവനും സതിയും അമ്പലത്തിന് അകത്തോട്ട് കയറി. കൂട്ടുകാരും കയറി. അവിടെ വെച്ച് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടു. ശിവൻ താലിയും കെട്ടി. സന്തോഷത്തോടെ എല്ലാവരും ചിരിച്ചുകൊണ്ട് നിന്നു. സതിയുടെ കണ്ണിൽ നിന്ന് കുടുകുടുകുടു ആ കണ്ണുനീര് വീണു. ശിവൻ പറഞ്ഞു, കരയരുത്. ഇല്ല ശിവ, ഞാൻ കരയില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ കല്യാണം കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവർക്ക് ഒരു മോളല്ലേ ഉള്ളൂ, അത് ഞാൻ സാധിച്ചു കൊടുത്തില്ല, അതിൻ്റെ സങ്കടമാണ്, ക്ഷമിക്ക്, അതൊക്കെ മാറും, അവരൊക്കെ ആ പിണക്കമൊക്കെ തീർന്ന് നമ്മളെടുത്ത് വരും, നീ വിഷമിക്കാതിരിക്കുകയെന്ന് ശിവൻ പറഞ്ഞു. സതിയുടെ വീട്ടിൽ ആകെ പ്രശ്നമായി. സതിയുടെ അമ്മ ഭയങ്കര കരച്ചിലും നിലവിളിയുമായി. ആളുകളൊക്കെ വന്നു. നമുക്ക് കേസ് കൊടുക്കാം, അവരെവിടെ ഉണ്ടെന്ന് അറിയണ്ടേ? രവി പറഞ്ഞു, വേണ്ട, അങ്ങനെ ഒരു മോളില്ല, അവൾ അവൻ്റെ കൂടെ തന്നെ പോയത്, ഇനി കേസും ഒന്നിനും പോണ്ട. എന്തിനാ? അവിടെ പോയി ജീവിക്കട്ടെ, ഇനി എനിക്ക് അങ്ങനെ ഒരു മോളില്ല. അവളടുത്ത് ഞാൻ പറഞ്ഞതാണ്, എന്തിനാണ് അവൾ കരയുന്നത്? എൻ്റെ മകൾ ചത്തുപോയി എന്ന് രവി പറഞ്ഞു. അങ്ങനെയൊന്നും പറയാതിരി, അവൾ ഒരു തെറ്റ് ചെയ്തത് അല്ലേ, അത് ക്ഷമിക്ക്, എന്തായാലും നമുക്ക് ക്ഷമിച്ച് കളയാം. പറ്റില്ല, ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. ലീല ഭയങ്കര കരച്ചിൽ, ഉറക്ക നിലവിളിച്ചു. എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ഉറക്ക നിലവിളിക്കാൻ? വല്ലരും ചത്തോ, ഞാൻ ചത്തോ എന്ന് ചോദിച്ചു. ലീല ഒന്നും മിണ്ടിയില്ല. അങ്ങനെ സതിയുടെയും ശിവൻ്റെയും കല്യാണം കഴിഞ്ഞ് അവർ അമ്പലത്തിൽ നിന്നിറങ്ങി നേരെ പോയത് ശിവൻ്റെ വീട്ടിലേക്കാണ്. ശിവൻ്റെ വീട്ടുമുറ്റത്ത് കാറ് കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ശിവൻ സതിയുടെ അടുത്ത് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോഴോ ഒരു പ്രായമായ ഒരു സ്ത്രീ, 10-68 വയസ്സുണ്ട്. അവർ പറഞ്ഞു, അവിടെ നിൽക്കൂ, ഞാൻ ദാ വരുന്ന. അവർ അകത്തു പോയി ഒരു നിലവിളക്കിൽ തിരിയും കത്തിച്ചുകൊണ്ട് വന്നു. മോളെ, ഈ വിളക്കും കൊണ്ട് അകത്ത് കയറൂ എന്ന് പറഞ്ഞു. അങ്ങനെ സതി ആ വിളക്കും കൊണ്ട് അകത്ത് കയറി. അപ്പോൾ പടപ്പര എവിടെയെന്നറിയില്ല. അപ്പോൾ പറയും, ദോ അവിടെയാണ് റൂം, നീ അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ സതി വിളക്ക് അവിടെ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് ശിവനും അവളെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതാരാന്ന് മനസ്സിലായോ? ഇത് എന്നെ നോക്കിയ അമ്മയാണ്. ഈ അമ്മയുടെ പേരാണ് ചെല്ലമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത്. ഈ അമ്മയാണ് എനിക്ക് ചോറും കറിയും ഒക്കെ വയ്ക്കുന്നത്, ഈ വീട്ടിലേക്ക് തൂത്തൊക്കെ വാരുന്നത്. കൊച്ചിലേ ഞങ്ങളുടെ കൂടെ ഉള്ള അമ്മയാണ് കേട്ടോ എന്ന് പറഞ്ഞു. നിനക്കും അമ്മ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ചെല്ലമ്മ അമ്മ എന്ന് വിളിക്കാം. അപ്പോൾ സതി മൂളി, ശരി. അങ്ങനെ കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ പോണു, ഇനി നിങ്ങൾക്ക് ഞങ്ങൾ ശല്യമാകുന്നില്ല. അത് പറ്റില്ല, എല്ലാവരും ആഹാരം കഴിച്ചിട്ടേ പോവാവൂ. ആഹാരമൊക്കെ റെഡിയാക്കി ഇവിടെ എല്ലാം വച്ചിട്ടുണ്ട്, വാ മക്കളെ, ഞാൻ എല്ലാം ശരിയാക്കി, രാവിലെ എണീച്ച് എല്ലാം വച്ചിട്ടുണ്ട്, നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി, ഇന്ന് ഞാനൊരു സദ്യ ഉണ്ടാക്കുന്ന. അങ്ങനെ എല്ലാവരും, കൂട്ടുകാരും എല്ലാവരും, ശിവനും സതിയും എല്ലാം കൂടി ഇരുന്ന് സദ്യ കഴിച്ചു. ഇനി ഞങ്ങൾ പോട്ടെ, വീട്ടിൽ തിരക്കും, ശരിയെന്ന് സതി പറഞ്ഞു. അങ്ങനെ സതിയുടെ കൂട്ടുകാരിയെ സതി യാത്രയാക്കി. ശിവൻ്റെ കൂട്ടുകാരും പോണു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇനി കട്ടറും പാവുന്നില്ല, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴും ചെല്ലമ്മയമ്മ പറഞ്ഞു, ശിവ, മോളെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ, നിൻ്റെ റൂമും ഒക്കെ കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശിവൻ വീട് മൊത്തം കാണിച്ചു കൊടുത്തു. അതിനുശേഷം അവരെ റൂമിലേക്ക് ചെന്നു. അപ്പോൾ ഡ്രസ്സ് മാറണമെങ്കിൽ ഈ അലമാരിയിൽ നിനക്ക് ഡ്രസ്സ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സതി അലമാരി തുറന്നു ഞെട്ടി. എന്തുമാത്രം ഡ്രസ്സാ ഈ മേടിച്ച് വെച്ചേക്കുന്ന? ശിവ, നീ എന്തിനാ എനിക്ക് ഇത്രയും ഡ്രസ്സ് മേടിച്ച് വെച്ചേക്കുന്നത്? ഇരിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ളത് ഉടുക്കാം, നിനക്കൊന്നിനും ഒരു കുറവും വരാൻ പാടില്ല. നിൻ്റെ അച്ഛനും അമ്മയും വിട്ടാണ് നീ എൻ്റെ കൂടെ വന്നത്, ഒരിക്കലും ഒന്നിനും ഞാൻ നിന്നെ ദുഃഖിപ്പിക്കില്ല, മനസ്സിലായോ? ശിവൻ പറഞ്ഞു, അതാണ് ബാത്റൂം, നീ എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും കേട്ടോ എന്ന് പറഞ്ഞു.
ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിൽക്കാം, നീ ഒന്ന് കുളിച്ചിട്ട് വരൂ. ശരി എന്ന് പറഞ്ഞു. സതി കുളിച്ച് ഫ്രഷായി വന്നു. റൂമിന് പുറത്തിറങ്ങിയപ്പോൾ ശിവൻ ഒരു കസാരയിലിരിക്കുന്നു. സതി പറഞ്ഞു, ശിവ ചെല്ല്, ഒന്ന് കുളിച്ച് ഇട്ട് വരൂ എന്ന് പറഞ്ഞു. ശരി, ആ സമയത്ത് നീ പോയി നമ്മുടെ ചെല്ലമ്മ അമ്മേനെ ഒന്ന് പരിചയപ്പെടും, അപ്പോഴത്തേക്കും ഞാൻ റെഡിയാവാം. ശരി എന്ന് പറഞ്ഞു. അവൾ അടുക്കളയിലേക്ക് ചെന്നതും ചെല്ലമ്മ അമ്മ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. സതി അമ്മ എന്ന് വിളിച്ചു. അപ്പോൾ ചെല്ലമ്മ അമ്മ തിരിഞ്ഞു നോക്കി. ആ മോൾ എന്നെ അമ്മ എന്ന് വിളിക്കണ്ട, ചെല്ലമ്മ അമ്മ എന്ന് വിളിച്ചാൽ മതി. ശിവനും എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. ശരി, ഞാൻ അങ്ങനെ വിളിക്കാം. ചെല്ലമ്മ അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. മോളെ കെട്ടിച്ച് ദൂരെയാണ്, അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മോനും കല്യാണം കഴിച്ച് കേട്ടോ എന്ന് പറഞ്ഞു. ബാക്കി കഥയുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. കാണാൻ മറക്കരുത്. സൂപ്പറാണ്, അടിപൊളിയാണ്.